കടലിൽ കുടുങ്ങി MV സോളിസ്. മത്സ്യബന്ധന ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് വിഴിഞ്ഞം പുറംകടലിൽ തടഞ്ഞുവച്ചിരിക്കുന്ന MV സോളിസ് കപ്പൽ അടിയന്തരമായി ഇന്ധനം നിറച്ചു. ഇന്ധനം തീരാറായെന്ന ക്യാപ്റ്റന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മാരിടൈം ബോർഡും വിഴിഞ്ഞം തുറമുഖ അധികൃതരും ഇടപെട്ടാണ് താൽക്കാലികമായി 1000 ലിറ്റർ ഇന്ധനം എത്തിച്ചത്. ബോട്ട് മുങ്ങിയ സംഭവത്തോടനുബന്ധിച്ച് മാർച്ച് 9 വിഴിഞ്ഞം കടലിലെത്തിച്ച കപ്പൽ മുന്നറിയിപ്പുണ്ടാകും വരെ തുറമുഖം വിടരുതെന്ന് ഉത്തരവുണ്ട്. മാർച്ച് 7 ഉച്ചയ്ക്ക് 1:45 കന്യാകുമാരിയിലെ മുട്ടം തുറമുഖത്തു നിന്നും 57 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. ഒമാൻ തുറമുഖത്തു നിന്നും ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു കപ്പൽ. മത്സ്യബന്ധനം കഴിഞ്ഞ് തൊഴിലാളികൾ വിശ്രമിച്ചിരുന്ന ബോട്ടിലേക്കാണ് കപ്പൽ ഇടിച്ചു കയറിയത്. ബോട്ടിലുണ്ടായിരുന്ന 11 മത്സ്യത്തൊഴിലാളികൾ ഇടിയുടെ ആഘാതത്തിൽ കടലിൽ വീണിരുന്നു. ഇവരിൽ 9 പേരെ അപകടത്തിനിടയാക്കിയ കപ്പലിലെ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. അതേസമയം ഇവർക്കൊപ്പമുണ്ടായിരുന്ന കൊൽക്കത്ത സ്വദേശികളായ ലഖാനിനെയും ഇദ്ദേഹത്തിന്റെ മകൻ ബാവലിനെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. മെർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കപ്പലിന്റെ മുൻഭാഗത്തിന് തൊട്ടു താഴെയുള്ള ബൾബസ് ബോ എന്ന ഭാഗമാണ് മീൻപിടുത്ത ബോട്ടിലേക്ക് ഇടിച്ചു കയറിയതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഭാഗത്തുള്ള പെയിന്റ് ഇളകിയ നിലയിലാണ്. കപ്പലിലുള്ള ഡേറ്റ റെക്കോർഡർ കൂടി പരിശോധിച്ചായിരുന്നു ഇക്കാര്യം ഉറപ്പുവരുത്തിയത്. വിഴിഞ്ഞത്തെ പുറംകടലിലാണ് കപ്പൽ നിലവിൽ നങ്കൂരമിട്ടിട്ടുള്ളത്. ക്യാപ്റ്റനടക്കം 24 പേരാണ് കപ്പലിലുള്ളത്. പുറംകടലിൽ തങ്ങുന്നതിന് ലക്ഷങ്ങളാണ് മാരിടൈം ബോർഡിന് നൽകുന്നത്. ഇന്ധനം തീരുന്നതായി മുന്നറിയിപ്പെത്തിയതോടെയാണ് ഇന്നലെ വിഴിഞ്ഞത്തു നിന്നും താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. കൊച്ചിയിൽ നിന്നുള്ള കൂടുതൽ ഇന്ധനം എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.